ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ. എനിക്ക് കുടുംബമാണ് ഫസ്റ്റ്, മനസ്സിലായി. സോ ആ കുടുംബത്തിൽ എന്തെങ്കിലും വിള്ളൽ വീണ് കഴിഞ്ഞാൽ എനിക്ക് കലയിൽ അത് ബാധിച്ചേരായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ. പാവം തന്നെയല്ലേ ചേച്ചിയുടെ കാര്യമായിട്ട്. ചേച്ചിക്ക് ഗർഭമാണെന്ന് പറഞ്ഞ് സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഒരു വീഡിയോ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മെനഞ്ഞാന്ന് ഈവനിങ് ആണ് ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന്, അതായത് രാത്രിയോടുകൂടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചേച്ചിക്ക് പോസ്റ്റ് ആവുന്നത്. അതിനുശേഷം അതിൻ്റെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അക്കൗണ്ടിൽ നിന്നും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അതേ ദിവസം തന്നെ ഈവനിങ് ആണ് ചേച്ചി പുറത്തേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള സ്വന്തം ഗർഭത്തിൻ്റെ കാര്യം ചേച്ചി അറിയാനായിട്ട് ഏകദേശം 24 മണിക്കൂർ എടുത്ത് ഇൻസ്റ്റാഗ്രാം വഴി അറിയാനായിട്ട്. അത് ഭയങ്കര ഡിലേ അല്ലേ? അത് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയാ. ആ അക്കൗണ്ട് ഞാൻ അവിടെ കൊടുത്തേക്കാം. ഈ പെൺകുട്ടി ഇത് യൂസ് ചെയ്തിട്ട് പോലും നിങ്ങൾ അറിഞ്ഞില്ലേ ഇങ്ങനൊരു സംഭവം പോസ്റ്റ് ആയിട്ടുള്ള കാര്യം? ഇങ്ങനൊരു സാധനം പോസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ആദ്യം ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്. എന്താ, നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ സീരിയൽ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് എത്രയും പെട്ടെന്ന് എത്തിക്കണം. കാരണം അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആരാ? ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അവകാശപ്പെടുന്നത് റസൂ പൂക്കുറ്റി. പൂക്കുറ്റി എവിടെ? പൂക്കുറ്റി അടിച്ച് കിടക്കുമോ? പൂക്കുറ്റി മറ്റേ ഇന്റർനാഷണൽ ഓസ്കാറാ. പൂക്കുറ്റിയുടെ കാര്യമെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ആയപ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന് പറയുന്നു. അത് സ്വാഭാവികമാടാ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഹാക്ക് ചെയ്യാനൊക്കെ പറ്റും എല്ലാവർക്കും. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഹാക്ക് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള പോസ്റ്റ് ഫോട്ടോ ഒക്കെ എങ്ങനെ വന്ന്? വ്യക്തമായ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ വ്യക്തമായിട്ട് കാണണം. ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ ഈ പെണ്ണ് കൊണ്ട് ഇട്ടപ്പോഴത്തേക്കും വന്നൊരു കാര്യം ആലോചിക്കണം. നമ്മളും ഈ അരിയാഹാരം തന്നെ കഴിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്ന അതേ കാര്യം തന്നെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വന്നിട്ട് അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കിന് എന്നാൽ കാണുന്ന ഞങ്ങൾക്കും കൂടെ മനസ്സിലാവണ്ടേ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്നുള്ള കാര്യം. അങ്ങനെ എനിക്ക് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കകത്ത് തോന്നിയിട്ടുള്ള കുറച്ചധികം ഡൗട്ടുകളുണ്ട്. അതെല്ലാം ഞാൻ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. അതിനൊരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ റസൂ പൂക്കുറ്റിയായിട്ടുള്ള ഫോട്ടോ എന്താണെന്ന് അത് ഇനി AI ജനറേറ്റഡ്, എന്തുകൊണ്ടും ആ കാര്യം പറഞ്ഞിട്ടില്ല. AI ജനറേറ്റർ ആയിട്ടുള്ള ഫോട്ടോ, അത് ജനറേറ്റർ അല്ല കേട്ടോ, ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൊത്തം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എൻ്റെ താഴെ കമൻറ്റ് ചെയ്തോണം. ഒരുപാട് പേര് ഇൻബോക്സിലൊക്കെ വന്ന് പറയുക, ബ്രോ അത് ഫേക്ക് ആ വീഡിയോ ആണ്, അത് അറിയാതെ വന്നതാണ് ബ്രോ, നിങ്ങൾ അറിഞ്ഞില്ലേ? അയ്യോ അറിഞ്ഞ് അതുകൊണ്ടാണ് ഈ രാത്രി പാതിരാത്രി ഉറങ്ങാതിരുന്നോണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനൊന്ന് നോക്കിയല്ലോ നിങ്ങൾ പറയുന്നതിനകത്ത് എന്താണ് കാര്യമെന്ന്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടാ, ഞാൻ തോന്നിയത് ഞാനത് കാണിക്കാം. നിങ്ങൾ ഇതിനകത്തൊരു വ്യക്തമായ അഭിപ്രായം എന്താണെന്ന് കണ്ടിട്ട് അറിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് കമൻറ്റ് ചെയ്താൽ ആദ്യം ഫിറോസ് എന്ന് പറയാന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഏറ്റവും വലുത്, ഇപ്പം എന്നെ സംബന്ധിച്ച് കലയല്ല എനിക്ക് ഏറ്റവും വലുത്, എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്. രണ്ടാമതേ ഉള്ളൂ കല ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുടുംബം നഷ്ടപ്പെടുത്തിയിട്ട് ഒരിക്കലും കല ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുടുംബമാണ് ഫസ്റ്റ്, മനസ്സിലായി. സോ ആ കുടുംബത്തിൽ എന്തെങ്കിലും വിള്ളൽ വീണ് കഴിഞ്ഞാൽ എനിക്ക് കലയിൽ അത് ബാധിച്ചേരാ, മനസ്സിലായി. അപ്പോൾ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ച് ഞാനും. കാരണം എന്തുകൊണ്ടെന്നാൽ ഞാനൊരു കല ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സജിന എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് ഈ കലാ ഫീൽഡിൽ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നൊരു സംഭവമുണ്ട്, എനിക്ക് കല ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന മേഖലയാണ്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന മേഖലകളെ വേറൊരാൾ ഇഷ്ടപ്പെടുന്ന പറഞ്ഞപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യല്ല വേണ്ടത്. സെയിം വേവ് ലെങ്ത്. പക്ഷെ പൂക്കുറ്റി വന്നപ്പോൾ എന്താ അറിഞ്ഞില്ലേ? അതെന്തോ സംഭവം? ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം ഞാൻ ചീത്തയായ ഒരു കാര്യമല്ല ഇഷ്ടപ്പെട്ടത്, മനസ്സിലായി, നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഞാനൊരു ബാക്ക് ബോണായിട്ട് നിന്നിട്ട് അദ്ദേഹത്തിനെ ഡാൻസ് പഠിപ്പിക്കുകയും ഡാൻസിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ തിരിച്ചും അദ്ദേഹം നമ്മളെ സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. എന്തായാലും തിരിച്ച് നല്ലൊരു സപ്പോർട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് വലിയ സപ്പോർട്ടാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു പല രീതിയിൽ. കുട്ടികളുടെ അച്ഛൻ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലേക്ക് കൈ ചൂണ്ടി കാണിക്കുമെന്നൊക്കെ പറയുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ അതിനുശേഷം ഒരു ഡീപ്പ് സ്റ്റഡി നടത്തിയപ്പോഴത്തേക്കിന് ശരിയാ, ആൾക്കാർ പറയുന്നതിലും പലതും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. എന്നാലും നമ്മുടെ വിഷയം അതല്ല. ഇങ്ങനൊരു പോസ്റ്റ് വന്നപ്പോഴത്തേക്കിന് ഈ പോസ്റ്റിനകത്ത് സജിനയ്ക്ക് യാതൊരു ബന്ധവും ഇല്ലയെന്നാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേറൊരാൾക്ക് കൊടുത്തിരിക്കുന്നു, അവിടെ നിന്നത് ഹാക്കായി പോയി, ആരും എടുത്ത് പോസ്റ്റ് ചെയ്തു. ഓ മൈ ഗുഡ്നസ്, അൺബിലീവബിൾ. അതെന്താണെന്നല്ലേ ഇപ്പം കാണിച്ചു തരാം. ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ.
എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. അയ്യോ ഈ കള്ളത്തരങ്ങൾ പറയുമ്പോഴൊക്കെ നാക്കിറക്കി കയറി ഉളുക്കുന്നത്. പാവം കൊച്ച് ഒക്കെ പഠിക്കണ്ടേ? ഹാക്കായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? വിത്തിൻ 24 hours നിങ്ങളുടെ നിരപരാധിത്വം എന്തുവാണെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അറിയിക്കണം. കാരണം ഇത് സോഷ്യൽ മീഡിയ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. എത്ര പേര് കൺഗ്രാറ്റ്സ് ഇട്ട്, കുറേ പേര് കൺഗ്രാറ്റ്സ് മെസ്സേജ് അയച്ചെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഇതിന്റെ സംഭവം എന്തോന്ന് മനസ്സിലാവാതെ പാവം നമ്മുടെ സജിനായിരുന്നു. ഉള്ള കാര്യം പറയട്ടെ, നിങ്ങൾ എന്തോ വിചാരിച്ചെന്നുള്ളത് നടന്നു. നിങ്ങൾക്ക് ഇതായിരുന്നു വേണ്ടത്, അത് വന്നു. ആ ഒരു പുകപടലം ഓൾറെഡി സൃഷ്ടിച്ചു. ഇനിയിപ്പം ആൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. ആളവിടെ മറ്റേ വലിയ 1.5 രൂപ ചൂണ്ടക്കകത്ത് കയറി പിടിച്ച് അവിടെ കിടക്കുക. അത്രേ ഉള്ളൂ. പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസ്. അല്ല, ചേച്ചി വിചാരിച്ചു മറ്റേ കൺഗ്രാജുലേഷൻ കണ്ടപ്പോഴത്തേക്കിന് ഒരു ഹിന്ദി സിനിമയിലും തെലുങ്ക് സിനിമയിലും ചേച്ചിയെ മെയിൻ നടിയായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരിക്ക് വല്ല ഓസ്കാർ കിട്ടിയോന്ന് അറിയാനായിട്ടായിരിക്കും കൺഗ്രാജുലേഷൻ പറയുന്നത്. താങ്ക് യു മാത്രം പറഞ്ഞിട്ട് ഇങ്ങനെ ചേച്ചി എല്ലാവരും എന്തിനാ എന്നോട് താങ്ക് യു പറയുന്നേ? ഞാൻ വല്ലതും ചെയ്തോ? ഓ, ഞാൻ ഇന്നലെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് 1 കിലോ മത്തി മേടിച്ചു കൊടുത്തായിരുന്നു. അത് ഇവർ കണ്ടു കാണുമില്ലേ? ഓ, സെലിബ്രിറ്റി ആയി കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ടേ. അങ്ങനെയൊക്കെ ചിന്തിച്ച് ചേച്ചി ഇരുന്നപ്പോഴാണ് ഈ സംഭവം കണ്ണിപ്പെടുന്നത്. വളരെ ലേറ്റ് ആയിട്ടാ കേട്ടോ, വളരെ ലേറ്റ് ആയിട്ട്. കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനൊരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവൾ നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അയ്യോ, അപ്പൊ എന്തോ വേണം? ഷാലു ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് അല്ലേ? അപ്പൊ എന്തോ വേണം? അതിനകത്തൊരു പോസ്റ്റും കിട്ടണ്ടായിരുന്നു ഈ സംഭവം എന്തോന്നുള്ളത് അല്ലേ? അല്ലായിരുന്നു വേണ്ടത്. ഷാലു എന്താ ഷാലു അത് ചെയ്തു കൊടുക്കാഞ്ഞ? അങ്ങനല്ലേ വേണ്ടത്? എങ്ങനെ പാസ്വേഡ് പോയി? ഷാലുവിന്റെ ഫോണിൽ നിന്നാണ് ഈ പാസ്വേഡൊക്കെ പോയത്. അവർ ഹാക്ക് ചെയ്ത് എടുത്തില്ലേ? ഷാലു വല്ല വന്ന ലിങ്കിലെങ്ങാനും കയറി തൊട്ടോ? എന്തോ പറ്റി? ഷാലു എന്തുവാ കാര്യം? എന്തുവാ? അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം കാരണം ഷാലു അടിപൊളി. ആര് ഹാക്ക് ചെയ്താലും ഷാലു തിരിച്ച് പിടിച്ച് കൊടുത്തെന്തായാലും കൊച്ചു. അത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. ഷാലു, നിന്നെ കൊണ്ട് ഇങ്ങനെ ഹാക്കായ അക്കൗണ്ടുകൾ തിരിച്ചു പിടിക്കാൻ ഒരു കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ ഉടനടിയാ നിങ്ങളത് സോഷ്യൽ മീഡിയ പുറത്തു വിടുക. ഒരുപാട് അക്കൗണ്ട് പോയിട്ടുള്ള ആൾക്കാർ എന്നെ സമീപിക്കാറുണ്ട്. അവരെ എല്ലാം ഞാൻ അങ്ങോട്ട് തരാം. ചെറിയ കമ്മീഷൻ മേടിച്ചോ, നീ ഒരു കുഴപ്പമില്ല, ചെയ്തു തരാം. എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് അക്കൗണ്ട് തിരിച്ചു. ഓക്കെ. വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ജീവിക്കണം. ആരെങ്കിലും പറഞ്ഞോ ജീവിക്കേണ്ടെന്ന്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനിയാണ് ജീവിക്കേണ്ടത്. എന്നെ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ഇതാരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരൊക്കെയാണ് ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫായിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ എന്തുവാ ഇത്രയും നേരം കിടന്ന് എന്തുവാ സജ്ന പിന്നെ പറഞ്ഞത്? ഇത്രയും നേരം കിടന്ന് നീ പറഞ്ഞത് നമ്മളെല്ലാം കേട്ട്, എന്നിട്ട് അടുത്തൊരു ഡയലോഗായിട്ട് പറയുന്ന കാര്യം എന്തോ, എനിക്കിനി ഒരു കല്യാണം ഉണ്ടായാലോ, എനിക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞുണ്ടായാലോ ഞാനത് വീഡിയോ മുഖാന്തരം ഇടാന്ന്. എന്നിട്ടും ഈ ഒരു വീഡിയോയിൽ സജ്ന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല? ആ വീഡിയോ ഫേക്കാണ്, ആ വീഡിയോ സത്യസന്ധമല്ല, അതിൽ പറയുന്ന ന്യൂസ് ഫേക്കാണ്. ഐ ആം നോട്ട് പ്രഗ്നന്റ്. ഇതെന്തുകൊണ്ട് തറപ്പിച്ച് പറയുന്നില്ല? ഇനി ഒരെണ്ണം ഉണ്ടായാൽ അത് ഞാൻ പറയാന്ന്. അയ്യോ,
അത് വളരെ സന്തോഷമായിക്കൊണ്ട് കേട്ടോ. നിങ്ങൾ മാത്രം പറയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് തന്നെ ഈ ഒരു കാര്യം പറയണം. അങ്ങനെ തന്നെ ഞങ്ങൾ അറിയണം. കാരണം വിവാദകരമല്ലേ, ഇങ്ങനെ തന്നെ വേണമല്ലോ. അയ്യേ, കുറച്ച് ഞാൻ ബാക്കി കാണിക്കും, മൊത്തം കണ്ടേ പോകാം. ഞാനിത് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വായായിട്ട് വന്ന് പറഞ്ഞോട്ടെ, അമ്മ നിങ്ങൾ വിശ്വസിക്കേ. ദേവി ഇത് എന്നെ ഉപകാരം ചെയ്തിലും ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ആയത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എൻ്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിന്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. കൊണ്ടുവരണം. അങ്ങനെ ഒരു ഹാക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരുമ്പോഴത്തേന് സജിനയുടെ കൂടെ നമ്മൾ നിൽക്കുന്നതായിരിക്കും. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കിന് മറ്റേ മണവാളൻ ബോക്സിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെ ബോക്സിംഗ് നടക്കാത്ത ഒരു കഥയിലേക്ക് കൊണ്ട് എത്തിക്കല്ലേ കേട്ടോ. അങ്ങനെ ആയിരിക്കല്ലോ. കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കണം. മറ്റേ മോഹൻലാലിനെ മമ്മൂട്ടിയെ കിട്ടാത്തതിന്റെ പച്ചാളം ബാസിയെ കൊണ്ടുവന്നൊരു പരിപാടിയിലേക്ക് അവസാനം ഇതുകൊണ്ട് എത്തിക്കല്ലേ. ഇനി എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഈ വീഡിയോയ്ക്കകത്ത് സജിനയെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് സജിനയുടെ കയ്യിൽ കിടക്കുന്ന മോതിരങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പറയുന്ന കറുപ്പും വെള്ളയായിട്ടുള്ള മോതിരങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതേ മോതിരങ്ങൾ തന്നെയാണ് പുള്ളിക്കാരി ഈ പറയുന്ന പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കിന് അതിനകത്തുണ്ടായിരിക്കുന്ന മോതിരവും. ആ വെള്ള സാധനം നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടു കാണുമല്ലോ അല്ലേ? അതായത് ഈ വയർ ഇങ്ങനെ പിടിച്ചിട്ട് വെച്ചിട്ടെടുത്തൊരു ഫോട്ടോ. ഇനി അവിടെ നിന്ന് വീണ്ടും നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ തന്നെ പഴയ ഒരു വീഡിയോ, അതായത് എവിടെയോ ഒരു എന്തോ ഇനാഗ്രേഷനോ സംതിങ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള സ്ഥലം, അവിടെ ചെന്നപ്പോഴത്തേക്കും ഇരുന്നതായി ഇങ്ങനെ തിരിഞ്ഞിരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കാണുന്നല്ലോ. ആ ഫോട്ടോയിൽ കാണുന്ന മൊബൈൽ ഫോൺ നിങ്ങൾ കണ്ടല്ലോ. അപ്പം കൈ കിടക്കുന്ന മോതിരങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇതേ മൊബൈൽ ഫോൺ തന്നെയാണ് നിങ്ങൾ ഇതേ ഫോട്ടോയിലും ഈ ഒരു പ്രഗ്നന്റ് ആയിട്ട് വയറ് പിടിച്ചിരിക്കുന്ന സമയത്ത് കാണുന്ന സാധനവും ഇതേ സാധനം തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. ഈ ഹാക്ക് ചെയ്തു എന്ന് പറയുന്ന വ്യക്തിക്ക് താങ്കളുടെ ഈ വൈറൽ പിടിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഫോട്ടോ എങ്ങനെ കിട്ടി? സംതിങ് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തതാണ് നിങ്ങൾ പറയുന്നത്. ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തൊരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റയിലോട്ട് കയറാനായിട്ട് കഴിയത്തില്ല. പേഴ്സണൽ ഡേറ്റയിലോട്ട് കയറണമെങ്കിൽ, പേഴ്സണൽ ഫോട്ടോസിലോട്ട് കയറണമെങ്കിൽ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യണം അല്ലേ? അങ്ങനെ തന്നെ അല്ലേ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തും ഉപയോഗിച്ച മറ്റേ പെണ്ണാന്ന് പറയുന്നു, ഇൻസ്റ്റാഗ്രാം ആണ് ഹാക്ക് ചെയ്തെന്ന് പറയുന്നു. അതിനകത്ത് കയറി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേ സാധനങ്ങളും ഇതേ മൊബൈൽ ഫോണും ഇതേ മോതിരം ഇതേ വയറിന്റെ ഫോട്ടോ ആയിട്ട് എങ്ങനെ വരുന്നു? തേർഡ് തിങ്, റസു പൂക്കുട്ടിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ എവിടുന്നു? അങ്ങനെ A1 ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആയിരിക്കില്ലേ? A1 ക്യാമറ. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ വേണേലും പറയാം. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഞങ്ങൾ ഈ പറയുന്ന അരിയാഹാരം കഴിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു സൈഡിൽ കൂടി ഈ ഒരു കാര്യം പറഞ്ഞ് ഈ ഒരു കാര്യം വിട്ട് അതങ്ങനെ ആയിരുന്നു, അതങ്ങനെ ഉണ്ടായി. ഇതിപ്പം ഉമ്മ കിടന്ന് മെഴുകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് ഫിറോസിനെ വീണ്ടും പ്രതിയായിട്ട്, ഫിറോസിനെ പെണ്ണുപിടിയാനായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച് നിങ്ങൾ അതുപോലെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ പുള്ളിയുടെ കാര്യം ഇങ്ങനെ പോർട്രേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നു എന്ന സാധനത്തിനെതിരെ പുള്ളിക്കാരി കാണിച്ച ശരിയല്ല നമ്മൾ അടിച്ചത്. അപ്പോൾ ഇതിനെ വീണ്ടും ഇങ്ങനെ കിടന്ന് മെഴുകേണ്ട കാര്യം എന്തോ? പൂക്കുറ്റി വിളിച്ച് പൂക്കുറ്റി കലിപ്പായി കാണും. ദൈവമേ, പൂക്കുറ്റി അണ്ണൻ്റെ കാര്യമുണ്ടല്ലോ, സത്യം പറഞ്ഞുണ്ടല്ലോ, ഇന്റർനാഷണൽ ഓസ്കാറൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. റസൂ പൂക്കുറ്റിക്കും നമ്മുടെ പാട്ടുകാരൻ എന്തോ പുള്ളിയുടെ പേരും മറന്നുപോയല്ലോ. അയ്യോ, എന്തുവായിരുന്നു പേര്? പോട്ടെ, അതിന് പേര് പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ലല്ലോ. അവർക്കൊക്കെ ഓസ്കാർ കിട്ടിയപ്പോഴത്തേനും ഇന്ത്യയിലേക്ക് ഓസ്കാർ കൊണ്ടുപോകുന്നു. ഭയങ്കര സെറ്റപ്പ് ആയിരുന്നില്ല ആ സമയം? ഭയങ്കര സെറ്റപ്പ്. ഇപ്പോഴും സെറ്റപ്പൊക്കെ തന്നെ. ചണ്ണിന്റെ ഓസ്കാർ അണ്ണ ഇങ്ങനെ പോയി തോട്ടി വളർത്തിക്കൊണ്ട് കളയാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ വന്ന് മെഴുകാനൊക്കെ നിങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഞങ്ങൾ ഇതൊക്കെ കാണുന്നവരാന്ന് മനസ്സിലാക്കണം. അതേ മൊബൈൽ ഫോണും അതേ മോതിരവും ഒക്കെ പിടിച്ചുകൊണ്ട് അതേപോലെ ഒരു ഫോട്ടോ, പിന്നെ നിങ്ങൾ എന്ന് തോന്നിപ്പിക്കാനായിട്ട് വേറൊരു ഫോട്ടോ അതിന്റെ മേളിൽ 9 വീക്സ് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നു. എന്നിട്ട് ഇതെല്ലാം നമ്മൾ വിശ്വസിക്കണം അല്ലേ? ഈ കണ്ടവരും കേട്ടവരും ഒന്നും സത്യമല്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് സത്യം എന്ന് വീണ്ടും നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് പോലും ആ ഒരു ന്യൂസിനകത്ത് വ്യക്തമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് സൈനെ കൊണ്ട് കഴിയുന്നില്ല. ഈ ഒരു ന്യൂസ് ഫേക്ക് ആണെന്നും ഐ എം നോട്ട് പ്രഗ്നന്റ് എന്നും എന്ന് തറപ്പിച്ചതിനകത്ത് പറയുന്നില്ല. ബട്ട് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്താരോ ഇട്ടു എന്നത് മാത്രമേ പറയുന്നുള്ളൂ. അതിനകത്ത് എത്രത്തോളം വ്യക്തതയുണ്ട്, എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്? നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ, നിങ്ങൾ സീരിയലിലൊക്കെ അഭിനയിക്കുന്നതാണല്ലോ, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ 2-3 ആരാധികമാരൊക്കെ കാണുമായിരിക്കും, ആരാധകന്മാരും കാണുമായിരിക്കും. അപ്പോൾ അവർക്കെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആവാനായിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ആണോ? അത് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ആണോ?
അല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ആരാണ് ഹാക്ക് ചെയ്ത് അവനെ ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യം ഇതുപോലെ തന്നെ വേണം കേട്ടോ. അത് തന്നെ അതുപോലെ തന്നെ എടുത്തുനിന്ന് പുറത്ത് കൊണ്ടുവന്ന് കാണിക്കണം. അങ്ങനെ കാണുവാണെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് വ്യക്തതയല്ല, മോതിരം AI ആണെന്നും ഈ മൊബൈൽ ഫോൺ വേറൊരു മൊബൈൽ ഫോണിൽ നിന്ന് ചിത്രീകരിച്ച് മാറ്റിയെടുത്ത് ഇതിനകത്ത് കയറ്റിയതാണെന്നും അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പുതിയ ആ രീതിയിലുള്ള ടെക്നോളജീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, കാണുന്നവർക്കും അറിയാമല്ലോ. അപ്പം എല്ലാവരെയും അതൊന്ന് വ്യക്തമായിട്ടൊന്ന് അറിയിച്ചു കൊടുത്താൽ വളരെ ഉപകാരം. അപ്പം ശരി എന്നാൽ.